ഉച്ചകാലം ആരംഭിക്കുന്നത് യേശുവിൻ്റെ മരുഭൂമിയിലെ പരീക്ഷണത്തിലൂടെയാണ്. യേശു 40 ദിനരാത്രങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. ആ പരീക്ഷയുടെ അവസാനം പിശാച് യേശുവിനെ മരുഭൂമിയിലേക്ക് ദൃഷ്ടി തിരിപ്പിച്ചിട്ട് പിശാച് യേശുവിനോട് പറഞ്ഞു, നീ ഈ കല്ലുകളെ മുഴുവൻ അപ്പമാക്കുക, നിൻ്റെ വിശപ്പ് നിനക്കത്രയും ഉണ്ടല്ലോ. ഈ അപ്പത്തെക്കുറിച്ചുള്ള അത്യാർത്തി, മനുഷ്യൻ്റെ അത്യാർത്തിയെക്കുറിച്ചാണ് ഈ മരുഭൂമിയിലെ യേശുവിൻ്റെ പരീക്ഷണത്തിന് 40 ദിവസത്തെ ജലപാനം ഇല്ലാത്ത കണ്ടുള്ള ഉപവാസത്തിൻ്റെ അവസാനം. സങ്കീർത്തകനും ഇത് തന്നെ പറയുന്നുണ്ട്. സങ്കീർത്തകൻ പറയുന്നത്, നിൻ്റെ വായിൽ മുഴുവൻ ഭക്ഷണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എന്നിട്ടും നിനക്ക് അത്യാർത്തിയാണ്. ഈ ലോകത്തിലെ ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യർ, ഒരുപക്ഷെ പിശാച് യേശുവിനെ കൊണ്ട് തോന്നിപ്പിച്ചു, ഇഡലിയുടെയും ദോശയുടെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ മാതൃകയിലുള്ള കല്ല് കഷണങ്ങൾ, വെള്ളാരം കല്ലുകൾ മരുഭൂമി നിറഞ്ഞിരിക്കുമ്പോൾ പിശാച് പറയുകയാണ്, നിനക്ക് വിശക്കുന്നുണ്ട്, ജലപാനങ്ങളില്ലാതെ ജീവിച്ച നിനക്ക് ഈ കല്ലുകളെ അപ്പമാക്കി തീർത്തുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെയും യേശുവിന് പരീക്ഷണങ്ങൾ, അതിലേക്ക് കടക്കുന്നില്ല. അപ്പത്തിനു വേണ്ടിയുള്ള ആക്രാന്തം പിന്നെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോയ മനുഷ്യർ മൂശയ്ക്കും അഹ്റോനുമൊക്കെ എതിരായിട്ട് തിരിയുന്നുണ്ട്. എന്തിൻ്റെ പേരില? ഭക്ഷണത്തിൻ്റെ പേരില. ഈജിപ്തിലെ ഇറച്ചച്ചട്ടിയുടെ മണം, അതിൻ്റെ ഗന്ധം ഞങ്ങളുടെ നാവിലേക്ക് വരുമ്പോൾ, അതിൻ്റെ രുചി ഞങ്ങളുടെ നാവിലേക്ക് വരുമ്പോൾ ഞങ്ങളെ അങ്ങോട്ട് വിട്ടേക്ക് എന്ന് പറയുന്ന മൂശയോടും അഹ്റോനോടും കലഹിക്കുന്ന ഒരു ജനതയാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പത്തിന് വേണ്ടി നമുക്കറിയാം, പറുദീസ നഷ്ടത്തിൽ സൃഷ്ടിയുടെ പുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ അവിടെ ആഹാരം കൊണ്ട് തുടങ്ങുന്നതാണ്. അവിടെ നിനക്ക് ആഗ്രഹം ഇല്ലാത്ത ഒരു പഴം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മുടക്കുന്നുണ്ട്. ആ പഴം പറിച്ച് തിന്നുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ്റെ പരിശ്രമം. ആഹാരത്തിന് വേണ്ടിയുള്ള ജടുക്കം അതാണ്. അവിടുന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നടന്ന് വരുമ്പോൾ യേശു എന്ന അപ്പത്തെയാണ് നമ്മൾ കാണുന്നത്. യേശു എന്ന അപ്പം. യേശു പറയുന്നുണ്ട്, എനിക്കൊരപ്പമായി തീരണം. വല്ലാത്ത ആഗ്രഹം, വല്ലാത്ത ഒരു ആഗ്രഹമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കും, ഡോക്ടറാകാൻ പഠിപ്പിക്കും, എൻജിനീയർ ആകാൻ പഠിപ്പിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രധാനമന്ത്രിയോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഒക്കെ ആക്കാൻ പഠിപ്പിക്കും. അത് രാഷ്ട്രീയ കളരിയാണ്. പക്ഷേ യേശു എനിക്കൊരപ്പമാകണം. ആ അപ്പമാക്കലിൻ്റെ വലിയൊരു ഉത്തരവാദിത്തമാണ് യേശുനാഥൻ സെഹിയോൻ ഊട്ടുശാലയിൽ നിർവഹിച്ചത്. സ്വന്തം കയ്യിൽ സ്വന്തം ജീവിതമെടുത്തിട്ട്, ഇതെൻ്റെ അപ്പമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ പാനീയമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. അപ്പത്തിനോടുള്ള മനുഷ്യൻ്റെ വ്യഗ്രത. ഈ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം
ഈ സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ നമുക്ക് അയച്ചെന്ന യേശു എന്ന് പറയുന്ന അപ്പം, അതാണ് പ്രിയമുള്ളവരെ നമ്മളെ ജീവനിലേക്ക് നയിക്കുക. അപ്പം, ഞാൻ തരുന്ന അപ്പം നിങ്ങളിലെ ജീവൻ നിലനിർത്തും, ആത്മീയമായിട്ടുള്ള ജീവൻ നിലനിർത്തും. യേശുവിൻ്റെ പ്രഖ്യാപനമാണ്. നമുക്ക് യേശുവിനെ സ്തുതിക്കാം. യേശു അപ്പമെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. പാനീയമെടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ രക്തമാകുന്നു, നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഒരു കൈക്കുമ്പിളിൽ ഈ ലോകത്തിന് വേണ്ടി നൽകുമ്പോൾ അത് പിന്നീട് വരുന്ന കുരിശുമരണത്തെയും കുരിശുമരണത്തിലെ ത്യാഗങ്ങളുമാണ് യേശുനാഥന് ചിന്തയിലൂടെ കടന്നു പോയത്. യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്ന, പാനം ചെയ്യുന്ന നമ്മെ യേശുനാഥൻ അനുഗ്രഹിക്കട്ടെ.